നമ്മൾ രാവിലെ ചർച്ച ചെയ്തതുപോലെ പത്മജ വേണുഗോപാൽ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നുള്ളത്. അതിനെ അർത്ഥവത്താക്കുന്ന രീതിയിലാണ് പലയിടങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ തൃശ്ശൂരിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് 8ഓളം അംഗങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പോയിരിക്കുന്നത്. അതും വിമതരെ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാരണം കൊണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന നിയമസഭയിലേക്കുള്ളവരുടെ ഒരു കൂട്ടുകെട്ട് ഇപ്പോൾ പൊളിയുന്നതാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ലോക്സഭാ ഇലക്ഷൻ ആയിരുന്നു കോൺഗ്രസ് തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. കാരണം തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചപ്പോൾ സുരേഷ് ഗോപിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരായിട്ട് സർജിക്കൽ സ്ട്രൈക്കുമായിട്ട് കോൺഗ്രസ് കൊണ്ടുവന്നൊരു നേതാവ് എന്ന് പറയുന്നത് കെ മുരളീധരനായിരുന്നു. അപ്പം മുരളീധരനെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർക്കും എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം TN പ്രതാപൻ എന്ന് പറയുന്ന അവിടുത്തെ മുൻ MBA, അദ്ദേഹം അവിടെ പോസ്റ്ററും മറ്റു കാര്യങ്ങളും എല്ലാം ഒട്ടിച്ചൊക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് കെ മുരളീധരനെ അവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ മുരളീധരൻ അവിടെ തോൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അത്രയും വലിയ എനിക്ക് തോന്നുന്നു താര പദവി കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ അവിടേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പദവി കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ അവിടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അത് കോൺഗ്രസിന് പിന്നെ ആയില്ല. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ് തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോ മറ്റത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 2 വിമതരെ കോൺഗ്രസിലേക്ക് എടുക്കുന്നു എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിൽ നിന്നും പോയി വിമതരായിട്ട് മത്സരിച്ച 2 പേർ, അവര് നേരത്തെ കോൺഗ്രസിന്റെ ഭാരവാഹികളായിരുന്നു, അവരെ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കുലർ കൊണ്ടുവരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരാള് LDF-നൊപ്പവും ഒരാള് സ്വതന്ത്രമായിട്ട് വീണ്ടും മാറുന്ന ഒരു സാഹചര്യത്തിൽ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന്, അത് അവിടെ LDF-ന്റെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 10 സീറ്റോളം LDF ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ LDF-ലേക്ക് പോകുമ്പോൾ LDF ഭരിക്കും എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ 8 പേരും മാറുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ അവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. 8 പേരും കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഒരു സ്വതന്ത്രയും കൂടെ കൂട്ടുപിടിച്ച് BJP-യുടെ കൂട്ടുപിടിച്ച് സ്വതന്ത്രയെ വിജയിപ്പിക്കുന്ന സാഹചര്യം, സ്വതന്ത്രയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കണം. വലിയൊരു ട്വിസ്റ്റാണ് മറ്റത്തൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് നമ്മൾ തന്നെ ചർച്ച ചെയ്തതിനകത്ത് നമ്മൾ T പ്രകാശ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടിയുമായി ഇടഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി സ്വതന്ത്രനായ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും പിന്നീട് അയാൾ വിജയിക്കുകയും അതിനുശേഷം അയാൾ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ വിമതരായി പോകുന്ന ഓരോ വ്യക്തിക്കും അവരുടേതായ വാല്യൂ ആ പാർട്ടിയിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അവർ തിരിച്ചു വരുമ്പോൾ അത്രത്തോളം സംഘടനാ ശക്തി കൂടുന്ന ഒരു സാഹചര്യത്തിൽ 2 പേരെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് 8 പേര് ഇറങ്ങി പോകുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമല്ലേ അവരുടെ ഭാഗത്തുനിന്ന്? അല്ല, അവിടെ ഇപ്പോ അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് അവിടെ LDF ഉന്നയിക്കുന്ന വിഷയം ഇത് നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അവിടുത്തെ DCC സെക്രട്ടറി ആണെങ്കിലും അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് ആണെങ്കിലും ഇവരെല്ലാം BJP-യുമായിട്ട് നേരത്തെയും കൂട്ടുകച്ചവടം നടത്തിയിരുന്നു, അല്ലെങ്കിൽ നേരത്തെ സംസാരിച്ചു വെച്ചിരുന്നു. ആ സെറ്റിൽമെന്റിന്റെ പുറത്താണ് LDF അധികാരത്തിലേക്ക് വരുമെന്നൊരു സൂചന കിട്ടിയപ്പോൾ തന്നെ BJP-യുമായി കൂട്ടുപിടിച്ച് LDF-നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങൾ നടത്തിയത് എന്ന് പറയുന്നത്. അപ്പൊ LDF ഉന്നയിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപ വരെ കോഴ വാങ്ങിച്ചിട്ടാണ് അവിടെ BJP-യുമായിട്ട് കൂട്ടുകച്ചവടം നടത്തി അധികാരത്തിലേക്ക് ഈ സ്വതന്ത്ര മത്സരിക്കാൻ പോകുന്നത് എന്നാണ് LDF-ന്റെ ഏറ്റവും വലിയ വാദം നടന്നത്. അതേപോലെ തന്നെ തൃശ്ശൂർ മറ്റൊരു പഞ്ചായത്തുണ്ട്, തൃശ്ശൂർ പാറളം പഞ്ചായത്ത്. ആ തൃശ്ശൂരിലെ പാറളം പഞ്ചായത്തിലും BJP-ക്കാണ് വിജയിക്കാൻ സാധ്യമായത്. കാരണം കോൺഗ്രസിന്റെ ഒരാളുടെ വോട്ട് അസാധുവായി പോയതിനെ തുടർന്ന് അവിടെ BJP ഭരിക്കുന്ന, അത് അപ്രത്യക്ഷ ട്വിസ്റ്റായിട്ട് BJP ഭരിക്കുന്ന രീതിയിലേക്ക് പോയി. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് ട്വിസ്റ്റുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരുപാട് ട്വിസ്റ്റുകൾ വരുന്ന കണ്ടു. അപ്പൊ ഇതെല്ലാം മെയിൻ ആയിട്ട് വരുന്നത് BJP-യുമായിട്ട് സഖ്യകക്ഷികളായിട്ട് പോകുന്ന ഇടങ്ങൾ, അല്ലെങ്കിൽ BJP ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു വാർത്തകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ LDF-ന്റെ വർഷങ്ങളായിട്ടുള്ള 50-60 വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ആ പഞ്ചായത്ത് രൂപീകരിച്ചിടം തൊട്ട് LDF ഭരിക്കുന്ന പഞ്ചായത്തുകളായിരിക്കാം. അവിടെ BJP കടന്നു വരുന്നു. അത് കോൺഗ്രസ് ആയിരുന്നു അവിടെ പ്രതിപക്ഷമായിട്ടുണ്ടായിരുന്നത്. എന്നും പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന്റെ ഇടയിലേക്ക് BJP കടന്നു വരുന്നു. അങ്ങനെ BJP കടന്നു വരുമ്പോൾ BJP കുറച്ചുകൂടെ ശക്തി പ്രാപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
LDF-ന്റെ കയ്യിലിരുന്ന കുത്തകയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നീട് കോൺഗ്രസ് ആണെങ്കിലും പ്രതിപക്ഷത്തിരുന്നിരുന്ന് അവസാനം BJP-യുടെ കടന്നുവരവോടുകൂടി BJP വലിയൊരു കക്ഷിയായിട്ട് അവിടെ മാറുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ BJP-യുടെ വളർച്ച പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വന്നിരുന്നെങ്കിൽ പോലും ഇത്തരത്തോളം അത്ഭുതം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറം ഭരണത്തിലേക്ക് BJP കയറുമ്പോൾ മറ്റ് രണ്ട് പാർട്ടികളെയും തഴഞ്ഞുകൊണ്ട് മുന്നോട്ട് BJP കുതിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ BJP-യുടെ വളർച്ചയെ നമ്മൾ തള്ളിക്കളയരുത് എന്നല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും BJP-യെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കക്ഷികളെല്ലാം കൂടെ പോകുന്നത് വലിയ നമ്മള് ഗോവ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് അടുത്തടുത്ത സ്റ്റേറ്റുകളിലാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഹോട്ടൽ റൂം, അതായത് ഹോട്ടലിൽ കൊണ്ടുപോയി അടച്ചിട്ട് പെട്ടി വിവാദങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസിന്റെ MLA BJP-യുടെ MLA ആയി മാറുന്നതും അങ്ങനെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ പൂട്ടിയിടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കോൺഗ്രസ് പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇപ്പോ ഇവിടുത്തെ പഞ്ചായത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ടൊക്കെ വരുന്നത് നമ്മൾ കാണുന്നത് വളരെ വേദനാജനകമാണ്. കാരണം കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വോട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടാണ് അധികാരം കൊടുക്കുന്നത് അല്ലെങ്കിൽ വോട്ട് കൊടുക്കുന്നത്. ആ വോട്ടിനെ പാഴാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനൊരു വില കൽപ്പിക്കാത്ത രീതിയിൽ BJP-യും കൂടെ കൂട്ടുപിടിച്ച് അത്തരത്തിൽ സ്വതന്ത്രരായിട്ട് പോകുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് തന്നെയാണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നതിന്റെ യഥാർത്ഥ ട്വിസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഇനി എന്താണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി MP ആയി വന്നതിന് ശേഷം ഒരുപാട് ട്വിസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഇനി എന്താണ് തൃശ്ശൂരിൽ വരാൻ പോകുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ട്വിസ്റ്റുകളായിരിക്കും തൃശ്ശൂർ വരാൻ പോകുന്നത്.